തിരിച്ചടി പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നും യുദ്ധ ഭീഷണി മുഴക്കിയതുകൊണ്ടൊന്നും തങ്ങളെ തളർത്താൻ സാധിക്കുകയില്ല എന്നും ഹിസ്ബുള്ള ഡെപ്യൂട്ടി നഈം ഖാസിം പ്രഖ്യാപിച്ചു. لن توقفنا التهديدات ولا نخشى أخطر الاحتمالات. لسنا بحاجة إلى إطلاق التهديدات. ഭീഷണി മുഴക്കുകയോ അധിനിവേശത്തിനെതിരെ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് വിവരിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യക്തമായ കണക്ക് തീർക്കലിന്റെ യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്നലെ ഇസ്രായേലിലെ ഹൈഫയ്ക്കടുത്തുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ മിലിറ്ററി കോംപ്ലക്സിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിപ്പിക്കുവാനുള്ള ഇസ്രായേലിന്റെ ശ്രമം വിജയിക്കുന്നില്ലെന്ന് മാത്രമല്ല, തിരിച്ചടികൾ അതിനനുസരിച്ച് ശക്തമായി കൊണ്ടിരിക്കുകയുമാണ്. ഞായറാഴ്ച ഹൈഫയ്ക്ക് സമീപമുള്ള കിര്യത്ത് ബയാലിക്കിൽ വൻ നാശനഷ്ടങ്ങളും അഗ്നിബാധ ഉണ്ടായതായുമുള്ള റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. So just behind me is the scene of the impact that happened this morning. It was at 7 a.m. local time. It was actually the third major barrage that was sent from Lebanon overnight, and the one at 7 a.m. Eventually ended within. തങ്ങളുടെ സങ്കല്പങ്ങൾക്ക് പോലും അതീതമായ രീതിയിലായിരുന്നു ഹിസ്ബുള്ളയുടെ തിരിച്ചടിയെന്ന് നെതന്യാഹുവിന് പോലും സമ്മതിക്കേണ്ടി വന്നു. യുദ്ധം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ലബനാനിലെ നബാത്തിയിൽ ഇസ്രായേൽ അരമണിക്കൂറിനകം 80 വ്യോമാക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ലബനാനിലെ ഇസ്രായേൽ അധിനിവേശ പ്രദേശമായ ഷേബ ഫാംസിന് നേരെയും വടക്കൻ ഇസ്രായേൽ പ്രദേശത്തും ഹിസ്ബുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചതിനെ തുടർന്ന് ലബനാനിലെ ബക്ക വാലിയെ ഇസ്രായേൽ ആക്രമിക്കുകയും ആക്രമത്തെ തുടർന്ന് പ്രദേശത്ത് സ്ഫോടനങ്ങൾ നടന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സിറിയയുടെ ഭാഗമായിരുന്ന ഷേബ ഫാംസ് 1967 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. ലബനാനും അവകാശമുന്നയിക്കുന്ന ഷേബ ഫാംസ് ഇസ്രായേൽ സൈനിക താവളവുമാണ്. ഇസ്രായേലിലെ റമാത്ത് വ്യോമതാവളത്തിന് നേരെയുള്ള ഫാദി 1 ആൻഡ് ഫാദി 2 മിസൈലുകളുടെ ആക്രമണത്തിലൂടെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം വടക്കൻ ഹൈഫയ്ക്ക് സമീപമുള്ള സെബറൂൻ പ്രദേശത്തെ റഫേൽ ആയുധ നിർമ്മാണ കോംപ്ലക്സിന് നേരെയും ആക്രമണങ്ങൾ നടത്തുകയും കോംപ്ലക്സിന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. കൂടാതെ അൽ മനാറ താവളത്തിനും യഫാത്തെ ബാരക്കിനും നേരെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അൽ ബഗ്ദാദി താവളത്തിന് നേരെയും മായൻ ബറൂച്ച് താവളത്തിന് നേരെയും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തി. ഷേബ ഫാംസിലെ റഡാർ തകർത്താണ് ഹിസ്ബുള്ള ഷെല്ലാക്രമണങ്ങൾ നടത്തിയത്. അതേസമയം അൽ മാർജിലെ മിർക്കാവ ടാങ്കുകൾക്ക് നേരെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് നടത്തിയ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജലാലൽ ആലം താവളത്തിന് നേരെ ഷെല്ലാക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ അൽ മയാദീൻ ഭൂഗർഭ മിസൈൽ ബേസായ ഇമാദ് ബേസിൽ നിന്നും റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായും ഹിസ്ബുള്ള വെളിപ്പെടുത്തി. ലബനാനെ മറ്റൊരു ഗാസയാക്കി മാറ്റാമെന്ന് ഇസ്രായേൽ ലക്ഷ്യമിടുമ്പോൾ ഇസ്രായേലിന്റെ മൂന്നാമത്തെ വൻ നഗരമായ ഹൈഫ ഹിസ്ബുള്ളയുടെ ശക്തവും നിരന്തരവുമായ റോക്കറ്റ് ആക്രമണങ്ങളിലൂടെ ഗാസയ്ക്ക് സമാനമായ നിലയിൽ മാറുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച ഹൈഫയ്ക്ക് സമീപമുള്ള കിര്യത്ത് ബയാലിക്കിൽ വൻ നാശനഷ്ടങ്ങളും അഗ്നിബാധ ഉണ്ടായതായുമുള്ള റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ ലബനാനിൽ അഴിച്ചുവിട്ടപ്പോൾ ഒരു വർഷത്തെ ഏറ്റവും ശക്തമായ തിരിച്ചടികളാണ് ഹിസ്ബുള്ള നൽകിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ ഇസ്രായേലിലുള്ള ആശുപത്രികളിലെ ചികിത്സാ സംവിധാനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുവാനും മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുവാൻ ഹൈഫയിലെ റംബാം ആശുപത്രിയിലെ രോഗികളെ അണ്ടർഗ്രൗണ്ട് കെട്ടിടത്തിലേക്ക് മാറ്റി സുരക്ഷ ഉറപ്പാക്കുവാനും ഇസ്രായേൽ ആരോഗ്യ വിഭാഗം ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശങ്ങൾ നൽകി. രോഗം ഒരുവിധം ഭേദമായ രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് വീടുകളിലേക്ക് പറഞ്ഞുവിടുകയാണെന്നും
ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിശ്ചയിക്കപ്പെട്ട ഓൺകോളജിക്കൽ സർജറികൾ ഒഴികെയുള്ള സർജറികളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണെന്നും ജാഫോൺ മെഡിക്കൽ സെന്ററിലെ ഡോക്ടറായ നോആം യഹൂദ അറിയിച്ചതായി ദ ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തു. അതേസമയം നയതന്ത്ര പരിഹാരത്തിനുള്ള അവസരവും സമയവും ഇപ്പോഴും ഉണ്ടെന്നും ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇസ്രായേലിനെ അറിയിച്ചു എന്ന് വാഷിംഗ്ടൺ പ്രതികരിച്ചു. വെടിനിർത്തൽ ഉടനെ നടപ്പിലാക്കണമെന്നും നയതന്ത്ര പരിഹാരത്തിനുള്ള ശ്രമം ഊർജിതമാക്കണമെന്നും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. യുദ്ധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിലുള്ള ആശങ്ക ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പ്രകടിപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ പൗരന്മാർക്ക് നേരെയും പട്ടണങ്ങൾക്ക് നേരെയും വെടിയുതിർത്തുന്നത് ഒരു രാഷ്ട്രവും സഹിക്കുകയില്ല. ഈ രണ്ടും ഞങ്ങളും ഞങ്ങളുടെ രാജ്യവും ഒട്ടും സഹിക്കുകയില്ല. അതുകൊണ്ട് സുരക്ഷിതത്വം പുനഃസ്ഥാപിക്കാൻ ആവശ്യമുള്ളതൊക്കെയും ഞങ്ങൾ ചെയ്യും. ഈ വാക്കുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെതാണെന്നറിയുമ്പോൾ കേൾക്കുന്നവരുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്നത് ഗാസയുടെ ചിത്രമായിരിക്കും. ബോധോദയത്തിന്റെയും തിരിച്ചറിവിന്റെയും ഒരു ചെറിയ കണികയെങ്കിലും ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്ന് കരുതി ദൈവം തന്നെ നെതന്യാഹുവിനെ കൊണ്ട് പറയിച്ചതാണ് ഈ വാക്കുകൾ എന്നാണ് മനസ്സിലാവുന്നത്.